രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി വേദി പങ്കിട്ടതിൽ വിശദീകരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. രാഹുലിനെ ശിക്ഷിക്കുകയോ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. ഔദ്യോഗിക പരിപാടിയിലാണ് രാഹുലുമായി വേദി പങ്കിട്ടത്. ബോധപൂർവം ഒരാളെ ചവിട്ടി താഴ്ത്തേണ്ട കാര്യമില്ലെന്നും മന്ത്രി. അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല, അയാൾ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പ്രത്യേക CPM-ൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെയാണ് മാറ്റി നിർത്തുന്നത്? അത് ഞങ്ങളുടെ സംസ്കാരമല്ല. വെച്ചാൽ ബോധപൂർവ്വം ഏതെങ്കിലും ഒരു വ്യക്തിയെ അവസരം എന്നതുകൊണ്ട് ചവിട്ടി തേച്ച് റെഡിയാക്കുന്ന ഒരു സമയം എടുക്കുന്നില്ല. UDF എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ഒരു വശത്ത് DYFIയുടെ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് മന്ത്രി വി ശിവൻകുട്ടിയും MP രാജേഷിനുമൊപ്പം വേദി പങ്കിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായി ഇന്നലെ മുതൽ തന്നെ മന്ത്രിമാർക്കെതിരെ പാർട്ടിക്കകത്ത് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ്. അതിലാണിപ്പോൾ മന്ത്രിയുടെ വിശദീകരണം. എന്താണ് ശിവൻകുട്ടി പറയുന്നത്? സൈഫുദ്ദീൻ, ശരിയാണ്. സൈഫുദ്ദീൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ കാണുകയാണ് DYFIയുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ പാലക്കാട് വെച്ച് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നത്. CPM നേതാക്കളും പലരും ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇന്നലെ പാലക്കാട് സ്കൂൾ ശാസ്ത്രോത്സവ വേദിയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ വേദി പങ്കിടുന്നത്. അവരൊരുമിച്ച് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിന് അദ്ദേഹം നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് അതൊരു ഔദ്യോഗിക പരിപാടിയാണ്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരിക്കുന്ന സ്ഥലത്ത് നടന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുന്നതിൽ തെറ്റില്ല. അത് അങ്ങനെ തന്നെ കരുതിയാൽ മതി, മറ്റൊരു സ്വകാര്യ പരിപാടിയോ എന്നുള്ളതല്ല. അതാണ് അദ്ദേഹത്തിന് നൽകുന്ന ഒരു വിശദീകരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ക്രൂശിക്കേണ്ട ആവശ്യം ഇനിയില്ല എന്നുള്ള നിലപാടിലേക്ക് വരികയും ചെയ്യുന്നു. എന്തായാലും CPM-ന്റെ ഒരു നിലപാട്, പല ആളുകളുടെയും നിലപാട്, വ്യക്തികളുടെ നിലപാട് ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടുള്ള നിലപാട് മയപ്പെടുന്ന എന്നൊരു സൂചനയാണ് ഉള്ളത്. പക്ഷെ അത് പരസ്യമായി CPM പാർട്ടി നേതൃത്വം ഇതിനോട് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ വി ശിവൻകുട്ടിയുടെ ഈ നിലപാടിനോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം നേതാക്കൾ കൂടി CPM-ലുണ്ട്.